പെറോട്ട ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വാട്ടോ, നമുക്കിന്നൊരു കിടിലായിട്ട് ഉണ്ടാക്കാമേ. ഇതൊന്ന് കഴിച്ചാൽ പെറോട്ട ഇഷ്ടമല്ലാത്തവർ പോലും അതിന്റെ ഫാൻ ആവും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് എഗ് പെറോട്ട സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാമേ. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയും ക്യാപ്സിക്കവും തക്കാളിയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാമേ. ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളകും ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള പൊറോട്ടയുടെ വലിപ്പത്തിന് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുട്ട നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പഞ്ഞി പോലെ ആയി വരും. എന്നിട്ട് നമുക്ക് കുക്കായതിനു ശേഷം അതിലോട്ട് പൊറോട്ട വെച്ച് കൊടുക്കാം. ഇത് തിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീസ്, നിങ്ങളുടെ കയ്യിലുള്ള ചീസും ആഡ് ചെയ്ത് കൊടുക്കാമേ. ചീസ് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള എഗ് പൊറോട്ട സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമേ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ഫില്ലിംഗും ആയിരുന്നു. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു കിടില റെസിപ്പിയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.